കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ആർ.എസ്.പി നേതാവും നിലവിലെ എം.പിയുമായ എം.കെ. പ്രേമചന്ദ്രൻ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിച്ചു. പ്രേമചന്ദ്രന് പറ്റിയ എതിരാളിയെ കണ്ടെത്താൻ ഇതുവരെ എൽ.ഡി.എഫിനായിട്ടില്ല. ബി.ജെ.പിക്ക് ഇത്തവണ സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. സിറ്റിംഗ് എം.പിയായ എൻ.കെ. പ്രേമചന്ദ്രനെതിരായി ആരെ കളത്തിലിറക്കുമെന്ന ചർച്ച ഇതുവരെയും എൽ.ഡി.എഫിൽ അവസാനിച്ചിട്ടില്ല. മുൻ തിരഞ്ഞെടുപ്പുകളിൽ കെ.എൻ. ബാലഗോപാൽ, എം.എ. ബേബി എന്നീ അധികായരെ പരാജയപ്പെടുത്തിയ പ്രേമചന്ദ്രനോട് ഏറ്റുമുട്ടാൻ കെൽപ്പുള്ളവർ ജില്ലയിൽ ഇല്ലെന്നാണ് പൊതുവിലയിരുത്തൽ. എന്നാൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. ഗോപൻ, മുകേഷ് എം.എൽ.എ, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം എന്നിവരുടെ പേര് പരിഗണനയിലുണ്ടെങ്കിലും ഇവരിൽ വിജയപ്രതീക്ഷ പാർട്ടി കാണുന്നില്ല. ഈ സാഹചര്യത്തിൽ എൽ.ഡി.എഫ് ജില്ലയ്ക്ക് പുറത്തുള്ളവരെ മത്സരിപ്പിക്കാനും ആലോചനയുണ്ട്. എം. സുരാജ്, സി.എസ്. സുജാത എന്നിവരെ മത്സരിപ്പിക്കാനും പദ്ധതിയുണ്ട്. കൊല്ലത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് തുടർച്ചയായി പരാജയപ്പെടുന്ന സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും കൊല്ലം സീറ്റ് നേടാനുള്ള ശ്രമം നടത്തും. കൊല്ലത്ത് എൻ.ഡി.എ സ്ഥാനാർത്ഥിയെയും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി.ടി. രമ, ജില്ലാ പ്രസിഡന്റ് ബി.ബി. ഗോപകുമാർ എന്നിവർ പരിഗണനയിലുണ്ട്. എന്നാൽ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ആയിരിക്കുമെന്ന് എൻ.ഡി.എ സംസ്ഥാന ചെയർമാൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. സീറ്റ് ചർച്ചകള് പ്രാഥമിക ചർച്ചകൾ കഴിഞ്ഞു. ഈ മാസം അവസാനത്തോടുകൂടി 20 സീറ്റിലും ഉള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമമായ ചിത്രം തെളിയും. ഞങ്ങള് വളരെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ഇത്തവണ ഉണ്ടാവും. നല്ല നിലയിൽ ഞങ്ങളുടെ സീറ്റുകൾ. സസ്പെൻസ് അല്ല, സർപ്രൈസ്. അതല്ലേ? കൊല്ലത്ത് അടുത്ത ദിവസം ആർ.എസ്.പി സ്ഥാനാർത്ഥിയായി എൻ.കെ. പ്രേമചന്ദ്രനെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. എതിരെ നിർത്തിയാൽ ഒരു പക്ഷേ തിരഞ്ഞെടുപ്പ് അല്പം മുറുകും. റിപ്പോർട്ടർ, കൊല്ലം.